ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കുക്കറിലിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഇത് കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. അത് ഞാൻ കുക്കറിലിട്ട് എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ കുക്കറിൽ ഞാനിപ്പം ഗ്രീൻ പീസ് ഇട്ടു. അതിനിപ്പോൾ സവാള 5 സവാള, 2 തക്കാളി, 1 നീളത്തിലുള്ള പച്ചമുളക്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 1 നീളമുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി നമുക്ക് കുക്കറിലോട്ട് ഇടാം. പിന്നെ ഗ്രീൻ പീസ്, തക്കാളി, 2 തക്കാളി, 5 സവാള, 1 നീളമുള്ള പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല ഇടാം. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നു. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഞാനിവിടെ 1 സ്പൂൺ എടുത്തിട്ടു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1.5 സ്പൂൺ, ഉപ്പിടാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്യാം. മസാലയും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് ഒരു 4 ഉണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ പീസ് ഞാൻ കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 വിസിൽ വെക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. കേട്ടിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് തണുത്തിട്ട് തുറന്ന് നോക്കാം. 5 വിസിൽ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് താളിക്കാനായിട്ട്. നമുക്ക് താളിച്ചെടുക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്കത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. താളിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ. ഇത് നമുക്കിതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. 4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് താളിച്ചതിനെ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുക്കറിൽ എളുപ്പത്തിന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഗ്രീൻ പീസ് ഇതിൽ ചേർത്തിരിക്കുന്ന ഗ്രീൻ പീസ്, 5 സവാള, 2 തക്കാളി, 1 പച്ചമുളക്, നീളത്തിലുള്ള പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ കറി മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല സ്വാദമാണ്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.